നിങ്ങൾ ടെസ്റ്റ് നടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഒരു കാരണവശാലും ഇന്ന് ടെസ്റ്റുകൾ ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇന്ന് മാത്രമാണ് ഇത് എന്ന് വരെ സമരം? അനിശ്ചിതകാല സമരം 4/2024 സർക്കുലർ പിൻവലിക്കുന്നവരെ അനിശ്ചിതകാലം കേരളത്തിൽ AKMDS ഉൾപ്പെടെയുള്ള INDS ഉൾപ്പെടെ BMS ഉൾപ്പെടെയുള്ള സംയുക്ത സമരസമിതി ഇനി മുതൽ ഈ പരിഷ്കാരം പിൻവലിക്കാതെ ടെസ്റ്റുകൾ. CITU ഏത് പശ്ചാത്തലത്തിലാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്? CIT ഏത് വശത്തിലാണ് അറിയില്ല. ഞങ്ങൾ ഈ സമരം ആരംഭിച്ചപ്പോൾ CIT മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്നലെയാണ് പെട്ടെന്ന് അറിയുന്നത് അവർ സമരം പിൻവലിച്ചു. ഞങ്ങൾ അറിയുന്നു. അവർക്ക് ന്യായമായിട്ട് അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞോ? അവരാവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരം ഇവിടെ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും സമരം പിൻവലിച്ച്? നിങ്ങൾ അത് അവരുടെ കാര്യം നമ്മൾക്കറിയില്ല. ഇത്രയും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നു. ഇപ്പോൾ അവർ പിൻവലിച്ചതെന്ന് ഞങ്ങൾ. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിയിലേക്ക് ടെസ്റ്റ് നടത്താൻ ഈ ഗ്രൗണ്ട് സജ്ജമായിട്ടുണ്ടോ? ശരി, എല്ലാ ഭാഗവും സജ്ജമായിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും സജ്ജമാക്കണം. അതിന് സമയം വേണം. പുതിയ രീതിയിലേക്ക് സജ്ജമാക്കാൻ ഞങ്ങൾ അവിടെയും സജ്ജമായിട്ടില്ല. ഇല്ല, സർക്കാരിൻ്റെ ഭാഗത്ത് ഈ 86 ടെസ്റ്റ് ഗ്രൗണ്ടുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ടെസ്റ്റ് ഗ്രൗണ്ട് പോലും ഇല്ല. ഇല്ലാതെ ഗ്രൗണ്ടുകൾ അനുവദിച്ചു തന്നാൽ ഈ ഗ്രൗണ്ട് പരിപാലിക്കില്ല. എല്ലാ പ്രൈവറ്റ് മേഖല അസോസിയേഷൻ്റെ പേരിലാണ്. അസോസിയേഷൻ്റെ ഗ്രൗണ്ടാണ്. അസോസിയേഷൻ പേരില്ല. സർക്കാരുമായിട്ടൊരു ചർച്ച വെച്ചു. ആ ചർച്ച പരാജയപ്പെട്ടു പോന്നിരിക്കുകയാണ് ചെയ്തത്. ഇനി ഞങ്ങൾ സെക്രട്ടറി മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ മുമ്പോട്ട് പോകാൻ തീരുമാനം. എന്നാണ് സെക്രട്ടേറിയറ്റ് മാർച്ച്? ഇപ്പോൾ ഈ വരുന്ന 15 ആരംഭിക്കും. അതിന് മുമ്പേ സർക്കാർ ഒരു ചർച്ചയ്ക്ക് നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ഈ അവസരം നഷ്ടപ്പെടുക ഡ്രൈവിങ്ങിൻ്റെ. അപ്പോൾ നിങ്ങൾ ബഹിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവസരം നഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടേ നമ്മൾ? സ്ലോട്ട് വളരെ കുറച്ചിരിക്കുക. 120 ടെസ്റ്റ് നടത്തിയ സ്ഥാനത്ത് ഇന്ന് 25-30 ടെസ്റ്റേ ഉള്ളൂ. ഇവിടെ ഒരു പഠിതാവ് ഈ രൂപത്തിൽ പോകുകയാണെങ്കിൽ 3 വർഷം കൊണ്ട് ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. ഇത് ഞങ്ങളെ വിഷയമല്ല. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് 18 വയസ്സ് പൂർത്തിയായവരും അതുപോലെ വ്യത്യസ്ത തൊഴിൽ മേഖലയിലും പോകേണ്ട പഠിതാക്കളുടെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്ന ദിവസം 30 എണ്ണം അനുവദിച്ചാൽ 240 എണ്ണം മാക്സിമം. ദിവസം സാധാരണ ഒരു ഓഫീസിൽ 120 എണ്ണമായിരുന്നു. അത് തന്നെ 2-3 മാസം സമയമെടുക്കുന്നു. ഇപ്പോൾ അത് 35 എണ്ണമാക്കി ചുരുക്കിയിരിക്കുകയാണ്. ഈ 120 കുട്ടികളെ കയ്യിൽ നിന്നും സർക്കാർ ടെസ്റ്റ് നടത്താൻ ഗ്രൗണ്ട് ഫീസ് ഉൾപ്പെടെ ലക്ഷങ്ങൾ വാങ്ങി വെച്ചിട്ടാണ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഇന്ന് കേരളത്തിൽ അനുവദിക്കാതിരിക്കും. 30ലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര എണ്ണമായി ചുരുങ്ങും ഒരു ദിവസം നടത്തുന്നത്? ഇതിവിടെ ഒരു MVAക്കായിരുന്നു 60 ടെസ്റ്റ്. നേരത്തെ ഒരു MVAക്ക് 60, ഒരു ഓഫീസിൽ 2 MVA ഉണ്ടെങ്കിൽ 120 ടെസ്റ്റ് നടത്തിയിരുന്നു. ഇപ്പം പുതിയ ഈ ഓർഡർ പ്രകാരം ഒരു ഓഫീസിനാണ് 30 ടെസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിലവിൽ നടന്ന ടെസ്റ്റിൻ്റെ 15% മാത്രമേ ഇവിടെ ടെസ്റ്റ് നടക്കുള്ളൂ. ലക്ഷക്കണക്കിന് അപേക്ഷകൾ ഇപ്പോൾ തന്നെ കേരളത്തിലുണ്ട്. 2 രൂപത്തിൽ ഇത് പ്രയാസമുണ്ടാക്കും. ഒന്ന്, ഇത്രയും ശക്തമല്ലാത്ത ടെസ്റ്റ് നടക്കുന്ന മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പഠിതാക്കൾ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട റവന്യൂ വരവാണ്. നമ്മൾ പുറത്തോട്ടിരിക്കുന്ന വാർത്ത തന്നെ നമ്മുടെ വയനാടിൻ്റെ അതിർത്തിയിൽ, കർണാടക അതിർത്തിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അതെ, കൂട്ടത്തോടെ വിദ്യാർത്ഥികൾ, പഠിതാക്കൾ, സ്കൂൾ ലൈസൻസ് എടുക്കേണ്ടവർ തമിഴ്നാടേക്ക്, കർണാടകത്തിൽ പോകാൻ കേവലം 50-60 കിലോമീറ്റർ പോയാൽ മതി. അവിടെ ടെസ്റ്റ് പോലും നടക്കാതെ വളരെ ലളിതമായി ലൈസൻസ് കിട്ടുമ്പോൾ കേരളത്തിന് കിട്ടേണ്ട റവന്യൂ വരുമാനമാണ് ഇതിലൂടെ നഷ്ടപ്പെടുക. ഞങ്ങൾ ഈ സമരത്തിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യം സ്ലോട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലൈസൻസ് എടുക്കാനുള്ള അവസരത്തെയാണ് ഈ പുതിയ നിയമം കൊണ്ട് തടസ്സപ്പെട്ടത്.